ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു മേക്കപ്പ് കണ്ടാലോ? ഇതൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. ഒരു പിൻട്രസ്റ്റി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പാളിപ്പോയില്ല, ഭാഗ്യം. ഓക്കെ, എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്നാനൂപ്. ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഹെയർ കേൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആകെ കിട്ടിയൊരു ഫങ്ഷനാണ് എനിക്ക് ഈ ഒരു സെലിബ്രേഷൻ. സോ ഞാൻ വിചാരിച്ചു കേൾ ചെയ്ത് പോകാമെന്ന്. അങ്ങനെ രാവിലെ 6 മണി മുതൽ തുടങ്ങിയ പണിയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഞാൻ എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ആദ്യം ഞാൻ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ട് ഹെയറൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ച് പ്രിപ്പയർ ആയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കേൾ ക്രീമും ജെൽ ക്രീമെല്ലാം തേച്ച് സെറ്റാക്കി. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും എൻ്റെ ഹെയർ ഏകദേശം ഫ്രിസ്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. അതുകൊണ്ടിട്ടാണ് എൻ്റെ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഹീറ്റൊക്കെ ചെയ്തു. എൻ്റെ വാട്ടറൊക്കെ കളഞ്ഞ് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഞാൻ സ്കാർഫ് കെട്ടുന്നതാണ് കേട്ടോ. ഇത് സ്കാർഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഞാൻ മാക്സിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ജ്വല്ലറീസൊക്കെ മേടിച്ചിരുന്നു മാക്സിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു കളക്ഷൻസൊക്കെ. എല്ലാ കഥയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഒരു ട്വിസ്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ അവസാനം പറയാം. അങ്ങനെ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ ഡോട്ട്&കെയുടെ മോയ്സ്ചറൈസർ ഇടുന്നത് ഒരു ജെൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓയിലി ഫേസിന് നല്ലതാണ്. പിന്നെ ഇൻസൈഡിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്തിട്ട് എൻ്റെ അൺഈവനായിട്ടുള്ള കളർ കറക്ഷനെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നത് തന്നെ നമുക്കൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഞാൻ ഓൾ ഡേ ബൈ നൈക്ക തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതൊരു ഫുൾ കവറേജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതും അത് തന്നെയാണ്. എൻ്റെ ഷെയ്ഡിനനുസരിച്ച് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ശേഷം ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഫൗണ്ടേഷൻ കവർ ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ടെന്നുള്ളത് നോക്കണം. കാരണം ചില ഭാഗങ്ങളിൽ ഫൗണ്ടേഷൻ വന്നില്ലെങ്കിൽ ഷെയ്ഡ് വ്യത്യാസമായിട്ട് അറിയും. പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ ആദ്യം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം സ്വിസ് ബ്യൂട്ടിയുടെ കാജലാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാജലും ഉണ്ട്. മാത്രമല്ല ഐബ്രോ എഴുതാനുള്ള പ്രസ്ഡ് പൗഡറും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് കേട്ടോ. നമുക്ക് 2 യൂസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ശേഷം നമുക്ക് ഐബ്രോ വരച്ചു കൊടുക്കാം. ഞാൻ ശരിക്കും കാജൽ വെച്ച് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. കാരണം എനിക്ക് എന്താ പറയുക, പ്രസ്ഡ് പൗഡർ എനിക്ക് അത്ര വലിയ സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോ കോംബ് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കാജൽ തന്നെയാണ് യൂസ് ആക്കാറ്. എനിക്ക് ഒട്ടും ഐബ്രോ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇത് കളർ ബോർഡിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐഷാഡോ പാലറ്റാണ്. ഇത് തന്നെയാണ് ഞാൻ കോണ്ടോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ കെ ബ്യൂട്ടിൻ്റെ ഹൈലൈറ്റർ യൂസ് ആക്കാറുണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ ഹൈലൈറ്റർ. ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ വിങ്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാനിത് സ്റ്റുഡിയോയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു ആ ടൈമിൽ. ഈ ലിപ് ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പിഗ്മെൻറ്റഡാണ്. അതുമാത്രമല്ല നല്ല സ്റ്റെയിനുണ്ട് ഇതിൽ. പെർഫെക്റ്റ് ആണ്. ഇത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു ഓയിലി ടൈപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്കിൻ ടൈപ്പോ മേക്കപ്പൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്കിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇടുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ടൈം എടുക്കും. അതിന് ശേഷം നമ്മുടെ ഫേസിലിരുന്ന് ഓക്സിഡൈസ് ആയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് നല്ലപോലെ വർക്കിംഗ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം കൊടുക്കുക നിങ്ങൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം. പിന്നെ ഞാൻ ജ്വല്ലറിയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.